ഒരിക്കലൊരു കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന വഴി ടീച്ചർ അവനൊരു കത്ത് കൊടുത്തയച്ചു. ഇത് അമ്മയെ ഏൽപ്പിക്കണം, മറ്റാരെയും കാണിക്കരുതെന്ന് പറഞ്ഞു. കത്ത് വായിച്ച അമ്മ അവനോട് പറഞ്ഞു, മോനെ ടീച്ചർ പറഞ്ഞു നീ പഠിക്കാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാ. ഇവിടെ ഈ സ്കൂളിൽ നിന്നെ പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സ് ഇല്ല. അതുകൊണ്ട് നിന്നെ വളരെ നല്ലൊരു സ്കൂളിലേക്ക് അയക്കണം. ഒരുപാട് നാൾക്ക് ശേഷം ആ കുഞ്ഞു വളർന്ന് വലുതായി ഒരു ദിവസം ആക്സിഡന്റലി അവന് അമ്മയുടെ ഒരു ഡയറിയിൽ നിന്ന് ഈ കത്ത് കിട്ടി. കത്തിലെ കണ്ടന്റ് ഇതായിരുന്നു: നിങ്ങളുടെ മകൻ പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു പയ്യനാണ്. അവന് മെന്റൽ ഡിസോർഡർ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. അവനെ ഇനി ഈ സ്കൂളിലേക്ക് അയക്കരുത്. നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത്. ആ കുട്ടിയാണ് പിൽക്കാലത്ത് നൂറുകണക്കിന് ഇൻവെൻഷനുകൾക്ക് ബിഹൈൻഡിൽ വന്ന വലിയ ശാസ്ത്രജ്ഞനായിട്ടുള്ള തോമസ് ആൽവ എഡിസൺ. നിങ്ങളോടാരെങ്കിലും നിങ്ങളൊരു പരാജയമാണെന്ന് പറയുമ്പോൾ, നിങ്ങളോടാരെങ്കിലും നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളോടാരെങ്കിലും നിങ്ങൾ തോറ്റുപോകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ജസ്റ്റ് ബിലീവ് ചെയ്യുക. നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. നമ്മളുടെ കുട്ടികളെ വിശ്വസിക്കുക. കാരണം എല്ലാവരും യൂണീക്കാണ്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാവരും യൂണീക്കാണ്. ചിലർക്ക് പഠിക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. അപ്പം ഓരോ കഴിവുകൾ എല്ലാവർക്കും ഉണ്ട്. അത് ഏതാണെന്ന് മാത്രം കണ്ടുപിടിക്കുക, ഹെൽപ്പ് ചെയ്യുക, നർച്ചർ ചെയ്യുക. ലൈഫിൽ എല്ലാവരും സക്സീഡ് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിരിക്കുക.